കുളിക്കാൻ. അമ്മമാരുള്ളിടത്തോളം കാലം വരെയാണ് മക്കൾക്ക് നല്ല കാലം. ഇങ്ങനെ തലയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് തരാനായിട്ട്. അമ്മമാരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ ചിറക് ഒടിഞ്ഞു പോകും. അത് ഈ അമ്മ മനസ്സിലാക്കണണ്ടാ? അമ്മമാരുടെ കാലം കഴിഞ്ഞാ മക്കൾക്ക് പിന്നെ ചിറകുണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയാണെങ്കിൽ ജീവിച്ചുകൂടെ എന്റെ പൊന്നു തള്ളേ. പിന്നെ ദൈവത്തിന് ഇപ്പൊ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ദൈവത്തിന് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടല്ല, വെള്ളം കുടിക്കൂല, കഴിക്കണ്ടെന്ന് പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ വാരി തിന്നും. അപ്പൊ ദൈവത്തിന് കൊണ്ടുപോകാനല്ല, കാലനാണ് കൊണ്ടുപോകാൻ തോന്നണേ, ദൈവത്തിനല്ല. തലയാണെങ്കിൽ കടിച്ചിട്ട് പാടില്ല. കുഞ്ഞുന്റെ തലയിലാണെങ്കിൽ അമ്മയുടെ തലയിലാണെങ്കിൽ, കുഞ്ഞുന്റെ തലയിൽ നിറച്ച് പേനാണ്, കുഞ്ഞുന്റെ തലയിൽ നിന്ന് അവിടെ നിന്നൊക്കെ നിറച്ച് പേനൊക്കെ കിട്ടും. കുഞ്ഞു അതുകൊണ്ടായി അമ്മയ്ക്ക് കൊടുക്കും, പിന്നെ എനിക്കും തരും. അതുകൊണ്ട് എന്റെ തലയിലും പേനുണ്ടെന്ന് തോന്നുന്നു. തല ഇന്നലെ രാത്രി ഭയങ്കര കടിയായിരുന്നു. ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ പറ്റിക്കൊണ്ട് തല ഈരിക്കൊണ്ടിരിക്കുന്നു. തലയിൽ കാരണുണ്ടോ? മുടി ഊരിപ്പോണതല്ല, മുടി എവിടെ വരെ വളർന്നു? കിഡ്നിയുടെ അവിടം വരെ വളർന്നു. കിഡ്നിയുടെ അവിടം വരെ മുടിയുണ്ട്. ഉള്ളിലോട്ടൊക്കെ ഞങ്ങൾ തേച്ച് പിടിപ്പിക്കും. നിങ്ങളെ ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ എനിക്ക് ആരുണ്ട് തള്ള ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് തരാനായിട്ട്? എന്നെ നോക്കാൻ പിന്നെ ആരുണ്ട്? നിങ്ങക്ക് ഞങ്ങളില്ലേ? പിന്നെ ഞാൻ വെളിച്ചെണ്ണ കെട്ടി തരാറില്ലേ? പിന്നെ വെളിച്ചെണ്ണ കെട്ടി കൊടുക്കും, കാലുമ മസാജ് ചെയ്ത് കൊടുക്കും, എന്തൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. എനിക്ക് മക്കളാവുന്ന ഞാൻ കല്യാണം കഴിക്കാണ്ട് അവിടെ നിന്ന് മക്കളാവാൻ വല്ല ദിവ്യഗർഭം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ കല്യാണം കഴിപ്പിക്കും. ഞാൻ കല്യാണം കഴിക്കണില്ല, സന്യാസിയാവും, മടത്തിൽ പോകും. ഏത് മടന്ന്? സന്യാസിയാവും മടത്തിലാണോ? മറ്റേ കന്യാസ്ത്രീ ആവാൻ, കന്യാസ്ത്രീ ആവുന്നു. കർത്താവിന്റെ മണവാട്ടി എന്ന് പറയില്ലേ, അതല്ല കന്യാസ്ത്രീ. കർത്താവിന് ഇഷ്ടം പോലെ മണവാട്ടികൾ ഉണ്ട്. ഇനി എന്നെ കിട്ടിയിട്ടെന്തിനും പാട്ടൊക്കെ പാടുന്നു. എന്തോന്ന് ഈ മഞ്ഞപ്പിത്തം വന്നേക്കണതും ലിവർ അടിച്ചു പോയേക്കണതും പിന്നെന്താണ് പിത്താശയം കല്ലുപോലെയേക്കണതും പിന്നെ രക്തത്തിലൂടെ പിത്തക്കൊഴലിലൂടെ പിത്തരസം ഒഴുകി പോവാത്ത കേശുവിന്റെ പീഡാനുഭവം അല്ല, നിങ്ങൾ നോക്കാത്തോണ്ടാണ്. എനിക്ക് തോന്നുന്നു ആ പേരക്ക മൊത്തം ഇവിടെ നിറച്ച് പേരക്ക ഉണ്ടായിരുന്നു. ആ പേരക്ക മൊത്തം ഭാര്യയും ഭർത്താവും കൂടെ നല്ല തീറ്റയായിരുന്നു. ഭർത്താവിന് പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഭാര്യ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്ത് തിന്നിട്ടുണ്ട് പേരക്കൊക്കെ. അതിന്റെ കുരുവൊക്കെ ഉള്ളിൽ പോയി ആണ് റെഡി ആക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നാളെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു ലോഡ് പേരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാ കുരു ഇല്ലാണ്ട് തിന്നിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതുള്ള കുരുവൊക്കെ മൊത്തമാണ് തിന്നേക്കണത്. നാട്ടുകാര് മൊത്തം പറയണേ, ലൈജു നീ സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം, നീ വെള്ളം കുടിക്കണം, നീ ഗുളി കഴിക്കണം, നീ ആരോഗ്യം നോക്കണം, ആ 2 മക്കൾക്കും നീ അല്ലാണ്ട് വേറെ ആരുമില്ല. നാട്ടുകാര് മൊത്തം പറയണം. ബേക്കറിയിലെ പെണ്ണുങ്ങൾ ആരും പറയാത്തവരാരും ഇല്ല. പക്ഷെ ലൈജുവിന് മാത്രം അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്ത് പറയണം? Nó một địa cầu một cái lúc này, một địa cầu tới cái gì vậy?